നമസ്കാരം. സാർ, ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ആവേശത്തിലാണ്, ചൂടിലാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജൂൺ 4 കഴിഞ്ഞതിന് ശേഷം തൊട്ടു പിന്നാലെ ഉണ്ടായ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അത് ഹരിയാനയിലും ജമ്മു കാശ്മീരിലും വലിയ വിധി തന്നെയാണ് BJP സംബന്ധിച്ച് അവിടെ രചിക്കുക. ജമ്മു കാശ്മീരില് പിന്നെ 10 വർഷത്തിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ പ്രത്യേക പദവി മാറ്റിയതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് വളരെ നിർണായകവുമായിരുന്നു എന്നുള്ളതാണ്. കാരണം അവിടെ നമുക്കറിയാം 3 ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. പോളിംഗ് ശതമാനം മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എപ്പോഴും അവിടെ കുറവാണ്. അത് തന്നെയാണ് ഇക്കുറി അവിടെ. പക്ഷേ 64%-64% പോളിംഗ് ഉണ്ടായി. അത് വലിയ സംഭവം തന്നെയാണ് അവിടുത്തെ സ്ഥിതിവിശേഷം വെച്ച് നോക്കുമ്പോൾ. പക്ഷേ അവിടെ BJP അങ്ങനെ അവിടെ എനിക്ക് തോന്നുന്നില്ല വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തി എന്നതായിട്ട്. കാരണം ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചായിരുന്നാലും ഹരിയാനയിൽ ഇപ്പോ ഒരു പതിറ്റാണ്ടായിട്ട് 2 ടൈമായിട്ട് മത്സരിക്കുന്നുണ്ട്. ഇത് ഹാട്രിക് വിജയമായിട്ടാണ് നോക്കിക്കാണുന്നത്. ഏറ്റവും ഒടുവിൽ ഒരു 2 മണി വരെ 2-2:30 വരെയുള്ള ഇലക്ഷൻ കമ്മീഷന്റെ കണക്ക് പ്രകാരം നോക്കിയപ്പോൾ BJP ആണ് ഹരിയാനയിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഏകദേശം 47-48-49 അതെ, കേവല ഭൂരിപക്ഷം കടന്നു. 46 സീറ്റ് ഉണ്ടെങ്കിൽ കേവല ഭൂരിപക്ഷമായി. ആകെ 90 സീറ്റുകളാണുള്ളത്. 2 മണ്ഡലങ്ങളിലും 90 സീറ്റാണ്. ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു 5 സീറ്റ് കൂടി അധികം വരും, 95-ലേക്ക് കടക്കും. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഗവർണർക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. 5 സീറ്റ് BJPയുടെ കയ്യിൽ തന്നെയാണെന്ന് പറയുന്നതാകും കൂടുതൽ ശരി. നേരത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു കഴിഞ്ഞാൽ കാശ്മീരിലെ സ്ഥിതി മാറുമോ? കാശ്മീരിലെ സ്ഥിതി അങ്ങനെ ഒരു തൂക്ക് സഭയിലേക്ക് വന്നാൽ മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെ ആയിരിക്കണം ഒരു പക്ഷേ ഈ 5 സീറ്റ് ഗവർണറുടെ പക്കൽ ഏൽപ്പിച്ചത്. കാരണം ആരെങ്കിലും മറുകണ്ഠം ചാടി വരാൻ മറ്റുള്ളവർ അവിടെ. കാരണം നമുക്കറിയാവുന്ന ഒരു കാര്യം, സ്വതന്ത്രരായിട്ടുള്ള, അത് മാത്രമല്ല ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് 350-ലധികം സ്വതന്ത്ര ഇത്തവണ നോമിനേഷൻ കൊടുത്തു എന്നുള്ള റിപ്പോർട്ട് ആദ്യമേ പുറത്തു വന്നിരുന്നു. കശ്മീരിനെ സംബന്ധിച്ച് വലിയൊരു ഞെട്ടലുണ്ടാക്കിയ സംഭവമാണ്. അതുപോലെ തന്നെ അവിടെ ജമാഅത്തെ ഇസ്ലാമി മത്സരിക്കുന്നുണ്ട്, മുസ്ലിം ലീഗിന്റെ മത്സരിക്കുന്നുണ്ട്. അവിടെ മത്സരിക്കുന്ന വിഭാഗത്തെ നേരത്തെ നിരോധിച്ചതും മറ്റുമൊക്കെയാണ്. എന്നിരുന്നാൽ പോലും അവര് നേരത്തെ പലർക്കായി പിന്തുണ നൽകുന്നുവെങ്കിൽ പോലും ഇത്തവണ അവർ ഈ സ്വന്തമായി തന്നെ തങ്ങൾക്ക് വേണ്ടി മത്സരിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് കടക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് നമുക്കറിയാവുന്നതാണ് ഈ ഒരു ആർട്ടിക്കിൾ 370 അനുച്ഛേദം ഇല്ലാതാക്കിയതിന് പിന്നാലെ ഉണ്ടായ സംഭവ വികാസങ്ങൾ, അതിനുശേഷമുണ്ടായ കശ്മീരിന്റെ മാറ്റം, കശ്മീർ താഴ്വര ശാന്തമായത്, ഇതൊക്കെ തന്നെ അറിയാവുന്നതാണ്. ഇതൊക്കെ ജനവിധിയായി മാറുമെന്ന പ്രതീക്ഷ BJPക്ക് നല്ല രീതിയിലുണ്ട്. BJP വലിയ തോതിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നില്ല എങ്കിൽ പോലും BJPക്ക് അനുകൂലമായ ഒരു തരംഗം അവിടെയും സൃഷ്ടിക്കപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതിന് നിരവധി കാരണങ്ങളും. കാരണം അവർക്ക് 24 നിലവിൽ 29 സീറ്റാണ് BJPക്ക് ലഭിച്ചിട്ടുള്ളത്. അതെ, അത് വലിയൊരു നേട്ടമാണ്. വലിയൊരു നേട്ടമായി എന്തുകൊണ്ട് പറയാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, ഇതിന് മുൻപുണ്ടായ കണക്ക് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. ജമ്മു കാശ്മീരിൽ ഇതിനു മുൻപ് 2014 തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അന്ന് 25 സീറ്റ് മാത്രമാണ് BJPക്ക് കിട്ടിയത്. ഇനി അതൊരു 10 വർഷം മുന്നെയാണ്. പിന്നെ സഖ്യകക്ഷി ഭരണമായിരുന്നല്ലോ. അതെ, അന്ന് BJPക്ക് ഒറ്റയ്ക്ക് കിട്ടിയത് 25 സീറ്റാണ്. അതിനുശേഷം PDPയുമായി ചേർന്നുകൊണ്ടായിരുന്നു. കേന്ദ്രത്തിൽ മോദി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയം, ആ വർഷം തന്നെ പിന്നീടാണല്ലോ രാജ്യത്ത് മോദി തരംഗം ഉണ്ടായത്. പക്ഷെ ഈ ഒരു തരംഗമൊക്കെ സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപേ BJPയോട് ഈ രീതിയിലുള്ള ഒരു കൂറ് ജമ്മു കാശ്മീർ പുലർത്തിയിരുന്നു. ഇനി മറുഭാഗത്ത് അന്ന് അധികാരത്തിലേറിയത് PDP ആയിട്ടാണ്. ഒരിക്കലും ചേരാത്ത 2 ആശയങ്ങൾ തമ്മിൽ ചേർന്നതുകൊണ്ടാണ് അധികാലം നീണ്ടു പോകാത്തത്. അങ്ങനെ ഒരു വസ്തുത കൂടി അതിന്റെ പിറകിൽ നിൽക്കുന്നുണ്ട്. PDPക്ക് അന്ന് ഏകദേശം ഒരു 28 സീറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ വലിയ ദയനീയമായ ഒരു തോൽവിയാണ് PDPക്ക് നേരിടേണ്ടത്. 2 സീറ്റ് ചേർന്നുള്ള ഭരണമായിരുന്നു. അതെ, മാറുകയും ചെയ്തു BJP. ഇന്ന് ഏകദേശം ഒരു 4 സീറ്റിലേക്കോ മറ്റോ ഒതുങ്ങേണ്ട ഒരു വലിയ മോശകരമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തു. ഭരണം നയിച്ചവരാണ് ഒരു കാലത്ത്, ഒപ്പം നിന്ന് ഭരണം നയിച്ചവരാണ്. പക്ഷെ ഇത്തവണ വലിയൊരു മാറ്റം ഉണ്ടാക്കിയത് എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ് നാഷണൽ കോൺഫറൻസ്. ഒമർ അബ്ദുള്ള വലിയ തോതിലുള്ള നീക്കങ്ങൾ തന്നെയാണ് അവിടെ നടത്തിയിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന രീതിയിലൊക്കെ വലിയ വെടിപൊട്ടിച്ചൊക്കെ നിന്നതാണെങ്കിൽ പോലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ ശക്തമായ രീതിയിലുള്ള ഒരു പോരാട്ടം ഒമർ അബ്ദുള്ള നടത്തി. ഇപ്പോൾ നിലവിൽ ഏകദേശം ഏറ്റവും ഒടുവിലത്തെ ഒരു കണക്ക് പരിശോധിച്ചപ്പോൾ തന്നെ 41-ലധികം സീറ്റ് നാഷണൽ കോൺഫറൻസ് തന്നെ സ്വന്തമായി നേടിയ ഒരു സാഹചര്യം ഉണ്ടായി. ഇനി ഇന്ത്യ സഖ്യവുമായി ചേർന്നാണ് അവിടെ പ്രവർത്തിക്കുന്നത്. കോൺഗ്രസിന് ഏകദേശം 6 സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ തന്നെ 47 സീറ്റിലേക്ക് എത്തിയിരിക്കുന്നു. 47 സീറ്റ് എത്തുമ്പോഴും അവിടെ നിൽക്കുന്ന ഒരു വിഷയം 46-ന് ഇപ്പുറം കടന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുവിധം ഇന്ത്യ മുന്നണി ജമ്മു കാശ്മീരിൽ സേഫ് ആണെന്ന് പറയാം. ചെറിയ തോതിൽ ആ ഒരു വേലിക്കെട്ട് കടന്ന് ആ തൂക്കിൽ നിന്നും അപ്പുറത്തേക്ക് ചാടിയിരിക്കുന്നു. പക്ഷെ ഈ നോമിനേറ്റഡ് ആയിട്ടുള്ള 5 സീറ്റ് അത്
BJP-യുടെ കയ്യിൽ തന്നെ ആയിരിക്കും നിൽക്കാൻ പോകുന്നത്. അതെ, ആ സീറ്റ് BJP-യുടെ കയ്യിൽ തന്നെ ആയിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ 29 ഉണ്ടെങ്കിൽ 5 സീറ്റും കൂടെ വന്ന് ഒരു 34 സീറ്റിലേക്ക് വരും. ഇനി മറ്റ് സ്വതന്ത്രർ 7ഓളം സ്വതന്ത്രർ നിൽക്കുന്നുണ്ട്. 9 പേരാണല്ലോ ഇപ്പൊ കാണിക്കുന്നത് തോന്നുന്നു. അതെ, 9 മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഒരു 8-9ഓളം പേർ സ്വതന്ത്രരായിട്ട് വരാൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ 34ഉം ഒരു 40. അതെ, എന്നിരുന്നാലും ഒരു സഭയിലേക്ക് മുഖ്യമന്ത്രി രൂപീകരിച്ച് മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ സ്വന്തമായ ഒരു സഭ രൂപീകരിക്കാനോ ഭരണം കൈയാളാനോ ഒന്നും തന്നെ BJP-ക്ക് അവിടെ സാധിക്കില്ല എന്നുള്ള വ്യക്തമായ ചിത്രം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കുകൾ, അട്ടിമറി നീക്കം അത് നടക്കണം. അട്ടിമറി നീക്കം നടത്തണമെങ്കിൽ അതും നാഷണൽ കോൺഫറൻസിനകത്തൂടെ മാത്രമേ നടക്കാൻ പറ്റൂ, ഒരു നീക്കം നടത്താൻ പറ്റത്തുള്ളൂ. നിലവിൽ അവര് ഇന്ത്യ മുന്നണിയുമായി ഐക്യപ്പെട്ട് തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. കാരണം അവരുടെ ഒക്കെ തന്നെ ഒരൊറ്റ മുദ്രാവാക്യം, അവർക്ക് പല കാര്യങ്ങളും അവിടെ മാറ്റിയെടുക്കാൻ പറ്റണം. BJP-ക്ക് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ പോയാൽ ഇത്രയും കാലം അവരവിടെ നടത്തിയിട്ടുള്ള പല കാര്യങ്ങളും കൈവിട്ടു പോകും. അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുന്നുണ്ട്. ഇപ്പോ നാഷണൽ കോൺഫറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2014 അവർക്ക് 15 സീറ്റ് മാത്രമാണ് കിട്ടിയത്. അതിന് മുൻപ് 2008-ലും 2002-ലും ഒക്കെ നടന്ന തിരഞ്ഞെടുപ്പിൽ 30 താഴെ മാത്രമേ സീറ്റ് കിട്ടിയിട്ടുള്ളൂ. വലിയ തോതിലുള്ള സീറ്റുകൾ നേടിയിട്ടുള്ളത് 96-ലെ തിരഞ്ഞെടുപ്പിലായിരുന്നു. 57ഓളം സീറ്റ് അന്നുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 26-28 വർഷത്തിന് ശേഷം വലിയൊരു തിരിച്ചുവരവ് നടത്തിയത് 2020 ആകെയുള്ളത് 90 സീറ്റാണ്. ആകെയുള്ളത് 90 സീറ്റാണ്. വലിയ തിരിച്ചുവരവ് ഇപ്പോഴാണ് നടത്തിയത്. ഇനി ഹരിയാനയിലേക്ക് പോവുകയാണെങ്കിൽ ഹരിയാന 90 സീറ്റ് തന്നെയാണ് ഉള്ളത്. അപ്പൊ ഈ പറയുന്ന ഹിന്ദി ഹൃദയഭൂമി എന്ന രീതിയിലൊക്കെ തന്നെ ഹരിയാന എന്ന് പറയുന്നത് ഈ ജാട്ട് വിഭാഗക്കാരുടെ ഒരു ഇടമാണ്. അതെ, പിന്നെ കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യം ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. അതെ, പക്ഷെ അത് പോയി എന്നുള്ളത് അട്ടിമറിച്ചുകൊണ്ടാണ് BJP കയറിയത്. അത് ഇതിന്റെ ഇലക്ഷൻ പ്രവചനത്തിൽ പോലും BJP തറ പറ്റുമെന്നുള്ള രീതിയിലായിരുന്നു. അതുകൊണ്ട് കോൺഗ്രസ് ആസ്ഥാനത്ത് ഇപ്പൊ ലഡു ഒക്കെ ബാക്കി കിടക്കുകയാണെന്നാണ് പറയുന്നത്. കാരണം അവർ നേരത്തെ കരുതിയിരുന്നു. തുടക്കത്തിലെ വളരെ കൂടുതൽ ഇടങ്ങളിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുകയായിരുന്നു. പിന്നീട് അതങ്ങ് ഒറ്റയടിക്ക് അതങ്ങ് തിരിഞ്ഞു. പക്ഷെ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് 8 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങി. നമുക്കറിയാവുന്നതാണ്, വോട്ടെണ്ണൽ തുടങ്ങുമ്പോൾ ഒരു തരത്തിലും ഒരു ചിത്രവും കിട്ടത്തില്ല. അത് വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ്. 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ പിന്നിടുന്ന സാഹചര്യത്തിലാണ് ഒരു ഏകദേശ ധാരണയെങ്കിലും ഉണ്ടാകുന്നത്. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം, ചില മാധ്യമങ്ങൾ ചിലത് പെരുപ്പിച്ച് കാണിച്ചു, ചിലത് അവരുടേതായിട്ടുള്ള രീതിയിൽ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വളച്ചൊടിച്ചു. കോൺഗ്രസിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ എക്സിറ്റ് പോൾ ഫലം. പിന്നെ ഇത് കിട്ടും എന്നുള്ളത് അവരുടേതായ മുമ്പ് 2000 ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ചെറിയൊരു മുന്നേറ്റം കാണിച്ചല്ലോ. അപ്പൊ അതൊക്കെ ഇവിടെ ഒന്നുകൂടെ റിഫ്ലക്ട് ചെയ്യും എന്നൊക്കെ അവർ കണക്ക് കൂട്ടി. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് ഒരിക്കലും ശരിയാവുന്നില്ല. ഒരു കാലത്ത് തകിടം മറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാലത്ത്, ഒരു സമയം വരെ എക്സിറ്റ് പോളുകളോട് ജനങ്ങളുടെ ജനമനസ്സ് മനസ്സിലാക്കാൻ പറ്റുന്ന കൂടുതൽ കൂറ് പുലർത്തിയ ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് ഇതും നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് പോലെ ഒരു PR വർക്കായി മാറിയിരിക്കുകയാണ്. ഇത്തവണത്തെ എക്സിറ്റ് പോൾ ഫലം എന്ന് പറയുന്നത് കോൺഗ്രസിന് വേണ്ടിയിട്ടുള്ള ഒരു PR വർക്കായിട്ട് തന്നെയാണ് നോക്കി കാണുന്നത്, പ്രത്യേകിച്ചും ഹരിയാനയിൽ. കാരണം അതിന് നിരവധി കാരണങ്ങളുണ്ട്. അത് അങ്ങനെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറഞ്ഞതിൽ തെറ്റൊന്നും തന്നെ പറയാൻ സാധിക്കില്ല. അതിനുള്ള നിരവധി വിഷയങ്ങൾ മറുഭാഗത്ത് BJP-ക്കെതിരായി നിൽക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോ ഇത്രയധികം സീറ്റ് കിട്ടുന്നു. ഏകദേശം ഒരു ധാരണ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഹരിയാനയിൽ 55 മുതൽ 62 വരെ സീറ്റ് കോൺഗ്രസിന് കിട്ടുകയും BJP 25-ൽ താഴെ സീറ്റിൽ ഒതുങ്ങുമെന്നാണ് പറഞ്ഞത്. അവിടെ നിന്നാണ് കോൺഗ്രസ് ഇപ്പോൾ വലിയൊരു കുതിച്ചുചാട്ടം നടത്തിയിരിക്കുന്നത്. അല്ല, BJP ഒരു കുതിച്ചുചാട്ടം നടത്തി 47 സീറ്റിലേക്ക് കടന്നിരിക്കുന്നത്. മുൻപത്തെ നില അവർ ചെറിയ തോതിലെങ്കിലും മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിലും നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. വോട്ട് വിഹിതത്തിലും 3% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഈ പ്രവചിച്ചത് തിരിഞ്ഞ് തകിടം മറിഞ്ഞു പോയത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. കാരണം ഇവിടെ ഈ സാർ നേരത്തെ പരാമർശം പറഞ്ഞ ജാട്ട് വിഭാഗം, അവിടെ ജാതീയ സമവാക്യങ്ങൾ ഏറ്റവും അധികം വർക്കൗട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഉന്നത ജാതി വോട്ടുകൾ, അതൊക്കെ ബ്രാഹ്മൺ വോട്ടുകൾ, ഇതൊക്കെ തന്നെ BJP-യിലേക്ക് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ വിജയിച്ചു എന്ന് BJP കരുതുന്നുണ്ട്. ഇതുപോലെ തന്നെ അവിടുത്തെ ഷെഡ്യൂൾ കാസ്റ്റ് വോട്ടുകളുണ്ട്, അതുപോലെ OBC വോട്ടുകളുണ്ട്. കർഷകരുടെ വോട്ടുണ്ട്. അവർ വിചാരിച്ചത് കോൺഗ്രസിലേക്ക് അത് എത്തിക്കാൻ പ്രക്ഷോഭത്തിന്റെ പേരില്ലേ, പിന്നെ ഗുസ്തിക്കാരെ, ആ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അതൊക്കെ BJP-ക്ക് തിരിച്ചടി ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ്സുകാർ കരുതിയത്. അതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരം അവിടെ ആളിക്കത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായി. BJP 3-ാം തവണയാണ് അധികാരത്തിൽ എത്തുന്നത്, വരാൻ പോകുന്നത്. അതെ, ഇതിലൂടെ BJP ഹാട്രിക് അടിക്കുമെന്നും, അത് മാത്രമല്ല BJP എങ്ങനെ കയറി വന്നു എന്ന് ചോദിച്ചാൽ ഇതിനിപ്പോ കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ഒക്കെ തന്നെ ഇലക്ഷൻ കമ്മീഷനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വോട്ടെണ്ണലൊക്കെ ഭയങ്കര ഡിലേ ആണ്, ലാഗാണ്. അതിനെതിരെ മെമ്മോറാണ്ടം ഒക്കെ സമർപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ അതല്ല വേണ്ടത്. വോട്ടെണ്ണൽ പൂർത്തിയായിട്ടില്ല. വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതിന് മുമ്പ്
മറ്റേ കാള പെട്ടെന്ന് കേൾക്കുന്നതിന് മുന്നേ കയറെടുക്കുന്ന ഒരു പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്. ശശി തരൂർ അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കാത്തിരിക്കുക, ഫൈനൽ റിസൾട്ട് വരുന്നത് വരെ കാത്തിരിക്കുക. ഇപ്പോ മാറി മറിഞ്ഞൊക്കെ തന്നെ സംഭവിക്കാം. ഫൈനൽ റിസൾട്ട് വരുമ്പോൾ എന്താണ് അതിന്റെ ചിത്രം എന്നുള്ളത് മനസ്സിലാവും. ആ ഒരു സമയം വരെ ദയവ് ചെയ്ത് നിങ്ങൾ കാത്തിരിക്കുക. അതിനുശേഷം എന്ത് നടപടികളാണോ അത് സ്വീകരിക്കാവുന്നതാണ്. പക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ വളരെ വേഗത്തിൽ വോട്ടെണ്ണുന്ന ഒരു പ്രക്രിയ നമ്മൾ ഇതിന് മുന്നേ കണ്ടതാണ്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ വളരെ പ്രധാനമായി വളരെ ശ്രദ്ധിച്ചു തന്നെയാണ് ഈ വോട്ടെണ്ണൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ജമ്മു കാശ്മീർ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഇടം തന്നെയാണ്. അവിടെ ഉണ്ടാകുന്ന വോട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായാൽ അത് നാളെ വലിയൊരു വിവാദത്തിലേക്ക് നയിക്കും. ജമ്മുവില് ആം ആദ്മി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ 5ാമത്തെ സംസ്ഥാനമാണ്. അതെ 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 അതെ. ആം ആദ്മി ഇപ്പോ ദോഡ മണ്ഡലം, ജമ്മു കാശ്മീരിലെ ദോഡ മണ്ഡലത്തിലാണ് ഒരു അക്കൗണ്ട് തുറന്നത്. അതും ഏറെ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഏവരും ഉറ്റുനോക്കിയ ഒരു വിഷയമായിരുന്നു. അതായത് അരവിന്ദ് കെജ്രിവാൾ ജയിലിലാകുന്നു, ഏറെക്കാലത്തെ വിവാദങ്ങൾക്ക് ഒടുവിൽ പുറത്തിറങ്ങിയതിനു ശേഷം മന്ത്രിസ്ഥാനം രാജിവെക്കുന്നു, അതിനുശേഷം അഭിമുഖീകരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ അതായത് ഡൽഹിയുമായി അതിർത്തി പങ്കിടുന്ന ഹരിയാനയിൽ വലിയ തോതിൽ ഇത് പ്രതിഫലിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പഞ്ചാബിൽ നടത്തിയ പോലത്തെ ഒരു ഓപ്പറേഷൻ അത് അവിടെ അവർക്ക് ഒന്നും തൊടാൻ കഴിഞ്ഞില്ല. അവിടെ ഒരു 5ാമത്തെ സംസ്ഥാനമാണ് അതെ അതെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഹരിയാനയിൽ വലിയൊരു മുന്നേറ്റം നടത്താമെന്ന് പ്രതീക്ഷയെങ്കിൽ പോലും അവിടെ നിലം തൊടാൻ പോലും ആം ആദ്മിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ രീതിയിലേക്കാണ് പോയത്. അതായത് ഒരു ബൈപോളാർ മത്സരത്തിലേക്ക് പോയി. ഇന്ത്യ മുന്നണി, BJP, ഇതിനപ്പുറത്തേക്ക് മറ്റൊരു മുന്നണി ഇവിടെ കടന്നു വരുന്നില്ല. നാഷണൽ കോൺഗ്രസ് ഒറ്റയ്ക്കായിരുന്നുവെങ്കിൽ നമുക്ക് പറയാമായിരുന്നു നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസും ഒപ്പം BJPയും മത്സരിച്ചു എന്ന് പറയായിരുന്നു. പക്ഷെ ഇവിടെ അപ്രസക്തമായിരിക്കുകയാണ് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ. സ്വതന്ത്ര ഒരു ഭാഗത്ത് 10ഓളം സംഖ്യ തികയ്ക്കുന്നുവെങ്കിൽ പോലും മറ്റൊരു പാർട്ടിയും, പ്രാദേശിക പാർട്ടിക്ക് ഒന്നും തന്നെ ഇവിടെ പ്രത്യേകിച്ച് റോൾ ഇല്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയിരിക്കുന്നു. ആം ആദ്മിയെ സംബന്ധിച്ചും എടുത്തു പറയേണ്ട ഒരു വിഷയം, അവർക്ക് ഹരിയാനയിൽ വേണ്ട രീതിയിൽ ഒരു നീക്കം നടത്താൻ സാധിച്ചില്ല. ഒരുപക്ഷെ അവർ ശ്രദ്ധിക്കേണ്ടിയിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഉണ്ടായിരുന്നു. ഇപ്പൊ ഏകദേശം ഒരു 1.75% വോട്ടുകളാണ് ആം ആദ്മിക്ക് ഹരിയാനയിൽ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത്രയും വോട്ടുകൾ എന്ന് പറയുമ്പോൾ 80,000-നും 1,00,000-നും അടുത്ത് വോട്ടുകളായിട്ട് വരും. അപ്പൊ ഈ 1,00,000 വോട്ടുകൾ സ്പ്ലിറ്റായി ചിതറിപ്പോകുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്. ഒരുപക്ഷെ ഇത് ഇന്ത്യ മുന്നണിയിലേക്ക് പോയിരുന്നെങ്കിൽ, ഒരുമിച്ച് അവരവിടെ മത്സരിച്ചിരുന്നെങ്കിൽ ഇനി കുറച്ചുകൂടി സീറ്റുകൾ അവർക്ക്, അല്ലെങ്കിൽ ഒരു മെച്ചപ്പെട്ട ഒരു നിലയിലേക്ക് ഇപ്പോൾ അവിടെ അതാണ് ഇന്ത്യ മുന്നണിയുമായിട്ട് അവർ സഹകരിക്കണമായിരുന്നു. കാരണം ദേശീയ തലത്തിൽ അല്ലാതെ ഒന്നിച്ചാണ് നിൽക്കുന്നത്. പക്ഷെ അവർക്കുണ്ടായ ഒരു ആത്മവിശ്വാസമാണ്. പഞ്ചാബിലൊക്കെ സംഭവിച്ചതുപോലെ അവർക്കൊരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അവിടെ കോൺഗ്രസ് ആയിരുന്നു എതിരാളി, അതുപോലെ തന്നെ ഇവിടെ ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കാന്നാണ് പ്രതീക്ഷിച്ചത്. അതുപോലെ JJP ഹരിയാനയിൽ അല്ലേ, അതെ, അവര് 0-ലേക്ക് വന്നു. JJPയുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ ദയനീയമായ അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. അതായത് ഞാൻ 2019 വോട്ട് ശതമാനത്തിന്റെ ഒരു കണക്ക് പറയാം. 2019 ഹരിയാനയിൽ BJP തന്നെയാണ് അധികാരത്തിലുണ്ടായിരുന്നത്. അന്ന് 36.49% വോട്ട് വിഹിതം BJPക്ക് ഉണ്ടായിരുന്നു. കോൺഗ്രസിനാകട്ടെ 28.08%. ബലാബല മത്സരം തന്നെയായിരുന്നു. കേവലം 8% വോട്ട് വ്യത്യാസം മാത്രമേ വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ വന്നിട്ടുള്ളൂ. ഇനി അവിടെ സ്വതന്ത്രർ ഏകദേശം ഒരു 9%, 9.71% വോട്ട് നേടിയിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട BJPയും കോൺഗ്രസും കഴിഞ്ഞ് ഏറ്റവും അധികം വോട്ട് അവിടെ നേടുന്നത് JNJP ആണ്. അവരുടെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ അവര് ദയനീയമായ രീതിയിൽ ഇത്തവണ പരാജയപ്പെട്ടു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. ഇത്തവണ അവർക്ക് നിലം തൊടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർക്ക് എങ്ങും ഒരു വേരോട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്ന ഈ 14% വരുന്ന വോട്ട് വിഹിതം എന്ന് പറയുന്നത് അത് മറ്റ് ഇതിലേക്ക് സ്പ്ലിറ്റ് ആയി പോകുന്നത്. ഏകദേശം ഒരു 30 ലക്ഷത്തോളം വരുന്ന വോട്ടുണ്ട്. ഈ വോട്ടുകളാണ് പല മേഖലയിലേക്കായി മാറിയിരിക്കുന്നത്. അതിൽ നേട്ടമുണ്ടാക്കിയത് കോൺഗ്രസ്. ഇപ്പൊ കഴിഞ്ഞ തവണ 36% ആയിരുന്നുവെങ്കിൽ ഏറ്റവും ഒടുവിൽ കണക്ക് പരിശോധിച്ചപ്പോൾ ഒരു 39% വോട്ട് വിഹിതത്തിലേക്ക് BJP കടന്നു വന്നു. കോൺഗ്രസിനും 30% മുകളിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ വോട്ടുകൾ നേരെ വലിയ മുന്നണിയിലേക്ക്, ഒന്നുകിൽ കോൺഗ്രസിലേക്ക് മാറിയിരിക്കുന്നു, ഇന്ത്യ മുന്നണിയിലേക്ക് മാറിയിരിക്കുന്നു, അതല്ല എങ്കിൽ BJPയിലേക്ക് മാറിയിരിക്കുന്നു. ഈ രീതിയിലാണ് പോകുന്നത്. അതാണ് പറയുന്നത്, ഒരു പൊളിച്ചെഴുത്ത്, പ്രാദേശിക പാർട്ടികളിൽ ഉണ്ടായ ഒരു പൊളിച്ചെഴുത്ത് ഇവിടെ സംഭവിച്ചിരിക്കുന്നു. ഇനിയിപ്പോ ഈ ഹരിയാനയിലെ ഈ നേട്ടം എന്ന് പറയുന്നത് BJPക്ക് ഇനി അങ്ങോട്ടൊരു വലിയ ഒരു ശക്തി പകർന്നിരിക്കുക. കാരണം തീർച്ചയായും അടുത്ത മാസം മഹാരാഷ്ട്രയില് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന. മഹാരാഷ്ട്ര വളരെ നിർണായകമായി നടക്കാനിരിക്കുന്നു. ജാർഖണ്ഡ്, അങ്ങനെ മറ്റ് 2-3 സംസ്ഥാനങ്ങളുണ്ട്. അതിൽ മഹാരാഷ്ട്ര വളരെ നിർണായകമായിട്ടുള്ള ഇടമാണ്. അവിടെ BJP പല തന്ത്രങ്ങളും ഒക്കെ ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പം ഇത് 2 ഇടങ്ങളിലെ, അപ്പൊ രണ്ടും വളരെ നിർണായകമായിട്ടുള്ളതാണ്, കാശ്മീരിലെയും അതുപോലെ ഹരിയാനയിലെയും. അതെ. അപ്പോ ഇനി
നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞൊരു വിഷയമുണ്ട്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 വലിയ തോതിൽ വരവേറ്റ ഒരു സംഭവം തന്നെയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഏറ്റവും അധികം കാലം നീണ്ടുനിന്ന പ്രചാരണ കാലയളവ്, കൊടുംചൂടിലുണ്ടായ പ്രചാരണങ്ങൾ, അതിനിടയിലുണ്ടായ വിവാദങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മൾ സാക്ഷ്യം വഹിച്ചതാണ്. കേരളത്തിലെ നല്ല സംസ്ഥാനത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും ഒക്കെ സംഭവിച്ച കാര്യങ്ങളാണ്. അന്ന് പ്രധാനമായും മോദി 3.0 അതിൽ വലിയ തോതിലുള്ള നേട്ടം BJP നേടുമെന്നും ഭയങ്കരമായ രീതിയിൽ 350 മുകളിലേക്ക് 400 സീറ്റിലേക്ക് കടക്കുന്ന ഒരു പ്രചാരണം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങളും ആ രീതിയിലേക്ക് തന്നെ വന്നു. അവിടം തൊട്ടാണ് എക്സിറ്റ് പോളുകൾ തകിടം പറഞ്ഞു തുടങ്ങിയത്. സമാനമായ ഒരു അവസ്ഥ ഇവിടെയും സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ അന്ന് ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു നേട്ടം നേടിയെടുത്തു. അന്ന് 100 സീറ്റിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ്. കോൺഗ്രസ് ഒറ്റയ്ക്കല്ല, എന്നിരുന്നാൽ പോലും ഇപ്പോഴും ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് ഒറ്റയ്ക്കല്ല. എന്നിരുന്നാലും ഇന്ത്യ മുന്നണി പ്രതിപക്ഷ പാർട്ടി BJP വിറപ്പിക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ BJP ഗ്രൗണ്ട് ലെവലിൽ നിന്നും വർക്ക് ചെയ്തു തുടങ്ങി. അതിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഹരിയാന ഈ പറഞ്ഞ എക്സിറ്റ് പോൾ ഫലങ്ങൾ നിലനിർത്താൻ കഴിഞ്ഞത്. ഉറപ്പായും എക്സിറ്റ് പോൾ ഫലങ്ങൾ അതുപോലെ തന്നെ സംഭവിച്ചേനായിരുന്നു. പക്ഷേ പ്രകടന പത്രിക, BJPയുടെ ഹരിയാനയിലെ പ്രകടന പത്രിക ഒന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതായത് എടുത്ത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, കോൺഗ്രസ് പറയുന്നു അവിടുത്തെ സ്ത്രീകൾക്ക് 2000 രൂപ വെച്ച് വീട്ടമ്മമാർക്ക് നൽകുമെന്ന് പറയുന്നു. BJP പറയുന്നു ഞങ്ങൾ 2100 രൂപ നൽകുമെന്ന് പറയുന്നു. BJP പറയുന്നു ഞങ്ങൾ 5 ലക്ഷത്തിലധികം ചെറുപ്പക്കാർക്ക് തൊഴിലവസരം സൃഷ്ടിക്കും. ഇനി പ്രധാനമായി നേരത്തെ തന്നെ പറഞ്ഞ ഒരു വിഷയം, ഹരിയാനയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമാണ് ഈ ജാട്ട് സമുദായവുമായി ബന്ധപ്പെട്ട, സാർ നേരത്തെ സൂചിപ്പിച്ച വിഷയം. ജാട്ട് സമുദായത്തിന്റെ അവർ സ്വതന്ത്രരായി മത്സരിക്കുന്നു എന്നുള്ള ഒരു സംഭവം, അവരെ കയ്യിലെടുത്തു കഴിഞ്ഞാൽ എങ്ങനെ അത് നേട്ടമാക്കി മാറ്റാം എന്നുള്ള ഒരു സംഭവം. അതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഭൂപേന്ദർ ഹൂഡയൊക്കെ മത്സരിച്ചത്. അദ്ദേഹം നല്ല രീതിയിൽ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. എന്നിരുന്നാൽ പോലും ഗുസ്തി താരങ്ങളുടെ സമരം, അത് വലിയ തോതിൽ ദേശീയ ശ്രദ്ധ ആകർഷിച്ച കർഷകരുടെ സമരം, ഇതൊക്കെ തന്നെ ഏറ്റവും ഒടുവിൽ നമ്മുടെ വിനേഷ് ഫോഗട്ടിന്റെ വിഷയം. നാടകീയമായി തന്നെ വിനേഷ് ഫോഗട്ട് അവിടെ മത്സരിക്കാനായി ഇറങ്ങുന്നു. വിനേഷ് ഫോഗട്ട് അവിടെ മത്സരിച്ചതും അതിനെതിരെ ശക്തമായ രീതിയിൽ BJP പ്രചാരണം നടത്തിയും ഒക്കെ തന്നെ നമ്മൾ ഏവരും കണ്ടതാണ്. ജയിച്ചു എന്ന രീതിയിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. അപ്പോ ഇതൊക്കെ തന്നെ കൃത്യമായി മനസ്സിലാക്കി ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വർക്ക് ചെയ്തത് കൊണ്ടാണ് ഈ ഒരു നേട്ടമെങ്കിലും അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്. ഈ പറഞ്ഞതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രതിഫലനമായിരിക്കും ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യ മുന്നണി വിശ്വസിച്ചിരുന്നു, കണക്ക് കൂട്ടിയിരുന്നു. പക്ഷെ അവിടെ സംഭവിച്ചത് ഇന്ത്യ മുന്നണിക്ക് നേട്ടം ഉണ്ടായി, പക്ഷെ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വസ്തുത അത് 2020 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പലയിടങ്ങളിലും കണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇനി സംഭവിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇനിയിപ്പോൾ ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പ് വരുന്ന മഹാരാഷ്ട്രയാണ് ഏറ്റവും പ്രധാനമായി കാണുന്ന, കടുത്ത മത്സരമായി നോക്കി കാണുന്ന ഒരു കാര്യം. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ച ഉണ്ടായാൽ, ഒരു നീക്കുപോക്ക് ഉണ്ടായാൽ, അത് BJPയെ സംബന്ധിച്ച്, NDA സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായി തന്നെ മാറും. അതുകൊണ്ട് ഒരു കാരണവശാലും അത് വിട്ടുകൊടുക്കാതിരിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും അവർ പയറ്റുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അവരുടെ അഭിമാന പോരാട്ടമാണ്. ഹരിയാനയിൽ തന്നെ അവർ പറഞ്ഞു തുടങ്ങിയത്, ഹിന്ദി ഹൃദയഭൂമി എന്ന് പറയുന്നത് പോലെ ഹരിയാനയിൽ നിന്നും ഒരു ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ, കുരുക്ഷേത്രത്തിൽ നിന്നും ഒരു നീക്കം നടത്തിയാൽ, പനിപ്പത്ത് യുദ്ധം നടന്ന ആ മണ്ണിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചാൽ BJPയുമായി ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഇന്ത്യ മുന്നണിക്ക് കടക്കാൻ സാധിക്കും. പക്ഷെ ഇതിപ്പോ കാശ്മീരിലെ വിജയത്തിലൂടെ അവർ ഒന്നും കൂടെ ഇന്ത്യ മുന്നണിയുടെ ഒരു ഐക്യം രൂപപ്പെടുത്തിയെടുക്കാൻ, ഒന്നുകൂടെ വർദ്ധിപ്പിക്കാൻ അവർക്ക് കഴിയുമെന്ന്. അതിൽ മറ്റൊരു സംശയം നിൽക്കുന്നത്, തിരഞ്ഞെടുപ്പിന്റെ ഒരു വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടം എത്തിയപ്പോൾ നാഷണൽ കോൺഗ്രസിന് വേണ്ട രീതിയിൽ ഒരു നില മെച്ചപ്പെടുത്താൻ കഴിയാതെ പോകുമെന്ന സംശയമുണ്ടായ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയുമായി ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ പോലും ഞങ്ങൾക്ക് ആരോടും വിരോധമില്ല, ആരുമായും സഹകരിച്ചു പോകാൻ തയ്യാറാണെന്ന് ഉമർ അബ്ദുള്ള ഒരു അബദ്ധപഞ്ചാകം പറയുകയുണ്ടായി. അതിലൂടെ തന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാവി ഏത് തരത്തിലായിരിക്കും എന്നുള്ളൊരു ചോദ്യം ഒരു തരത്തിൽ ഉയർന്ന് കേൾക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇനി കോൺഗ്രസുമായി തന്നെ ആയിരിക്കും സഹകരിക്കുക. ഈ ഒരു രീതി, സ്ട്രക്ചർ മനസ്സിലായ തൊട്ട് പിന്നാലെ തന്നെ സ്വതന്ത്രരുമായും മറ്റ് ചെറിയ കക്ഷികളുമായും ഒക്കെ തന്നെ കോൺഗ്രസ് ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കി കാണേണ്ടത് ഏറ്റവും ഒടുവിൽ ഫലപ്രഖ്യാപനം. അത് നമുക്ക് ഏകദേശം ഒരു ധാരണ, ചിത്രം വ്യക്തമായിരിക്കുന്നു. ഇതിൽ നിന്നും ഒരുപാട് പാഠം ഉൾക്കൊള്ളേണ്ടത് BJP തന്നെയാണ്. അതിലൊക്കെ ഒരു തരത്തിലും ഒരു സംശയവുമില്ല. കാരണം BJP ഇത്രയധികമല്ല അവരെ സംബന്ധിച്ച് അവർ പ്രതീക്ഷിച്ചത്. ഹരിയാനയിൽ പ്രതീക്ഷിച്ചതും ജമ്മു കാശ്മീരിൽ പ്രതീക്ഷിച്ചതും എക്സിറ്റ് പോൾ ഫലങ്ങളെയൊക്കെ തന്നെ അവർ ആദ്യമേ തള്ളിക്കളഞ്ഞിരുന്നു. അതിലൊന്നും തന്നെ തങ്ങൾ വിശ്വസിക്കുന്നില്ല. പിന്നീട് കുറച്ചെങ്കിലും എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂറു പുലർത്തിയത്
ജമ്മു കാശ്മീരിലായിരുന്നു, തൂക്കസഭയെങ്കിലും പറഞ്ഞിരുന്നു. അതിനോട് ചെറിയ ഒരു നേരിയ നീതി പുലർത്തിയിരുന്നു. പക്ഷേ ഹരിയാനയിൽ ഇതിനെയൊക്കെ തന്നെ കാറ്റിൽ പറത്തിയ രീതിയിൽ എക്സിറ്റ് പോൾ ഫലങ്ങളെയൊക്കെ എക്സിറ്റ് അടിക്കുകയാണ്. കോൺഗ്രസ് ആണ് അതിനകത്ത് നടുങ്ങിപ്പോയത്. അത് കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനയിലൂടെ ഒക്കെ തന്നെ നമുക്ക് മനസ്സിലായതാണ്. രാവിലെ വളരെ സന്തോഷത്തോടുകൂടി സംസാരിച്ച പല നേതാക്കളും തുടക്കത്തിലെ ആഹ്ലാദ പ്രകടനം സാർ പറഞ്ഞ പോലെ ലഡു വിതരണം നടത്തി, അതുപോലെ പടക്കം പൊട്ടിച്ചു. ഇനിയിപ്പോ ബാക്കിയിരിക്കുന്ന പടക്കം BJPക്ക് മറിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അവരത് പകുതി വിലക്കെങ്കിലും എടുത്താൽ അതെങ്കിലും കച്ചവടം. ദീപാവലി വരുന്നതുകൊണ്ട് കുഴപ്പമില്ല, അവിടെ പൊട്ടിച്ചേർക്കാം. അപ്പം ഇങ്ങനെയാണ് നിലവിലെ ഒരു ചിത്രം, തിരഞ്ഞെടുപ്പ് ചിത്രം നിൽക്കുന്നത്.